ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 86 ഡേ 85. ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ അട്രാക്ഷൻ ബിഗ് ബാങ് വീക്ക് എന്ന് പറയുന്ന സാധനമാണ്. മണി ബോക്സിന് പകരം ഒരു പണിയാണ് ബിഗ് ബോസ് എല്ലാവർക്കും കൂടെ കൊടുത്തത്. പ്രത്യേകിച്ച് ആദിലത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഒപ്പം ഇന്നത് വിജയിക്കുന്ന വിന്നറിനും കൂടെ ഒരു പണി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ലാലയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ ആഴ്ച മൊത്തം ഈ ഒരു മണി ബോക്സ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. മണി ബോക്സ് ഒന്നുമില്ല, പൈസ കൊടുത്ത് ഇവരെ കളിപ്പിക്കുന്ന പരിപാടി. അതുകൊണ്ട് തന്നെ രാവിലെ ഇട്ട സോങ് തന്നെ പൈസ നമുക്ക് എല്ലാവർക്കും വേണം പൈസ അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ടാണ്. ഞാൻ അതിനാണ് പാട്ടിക്കുന്നത്. ഈ സിനിമയിലെ പാട്ടാന്ന് പോലും എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ നെവിൻ ആൻഡ് അക്ബർ ഇരുന്ന് സംസാരിക്കുന്നതാണ്. നെവിൻ അക്ബറിന്റെ അടുത്ത് പറയാണ് മണി ബോക്സ് വെക്കുവാണെങ്കിൽ ഞാൻ എടുക്കും. അതിൽ അക്ബർ ചോദിക്കുന്നുണ്ട് നിനക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, ബിഗ് ബോസിന്റെ മനസ്സങ്ങാണോ ഒന്ന് മാറിയാലോ എന്ന് പറഞ്ഞിട്ട് നെവിൻ നിൽക്കാണ്. നെവിന് നല്ല പേടിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ബോക്സ് എടുത്തുകൊണ്ട് പോകാൻ നല്ലൊരു പ്ലാൻ ഇവനുണ്ടായിരുന്നു. അതാണ് ബിഗ് ബോസ് പൊളിച്ച് കൈ കൊടുത്തത്. ഇവന്റെ പേടി ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബോക്സും കിട്ടത്തില്ല, ടോപ്പ് 5 കയറാതെ ഔട്ട് ആകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വൻ പരാജയമായി പോകും എന്നാണ് നെവിൻ പറയുന്നത്. അപ്പൊ അക്ബർ അവിടെ നിന്നിട്ട് പുള്ളിക്കാരനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എടാ നീ എങ്ങനെയാടാ പരാജയമാവുന്നത്, നീ സൂപ്പർ ഗെയിമർ അല്ലയോ, നീ ഇവിടുത്തെ ഷോ സ്റ്റീലർ ഒക്കെ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് വലിയ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. പക്ഷെ അടുത്ത ആഴ്ച നെവിൻ ഔട്ട് ആവും. കാര്യം ആരുടെയൊക്കെയാണ് കൂടെ കൂടിയിട്ടുള്ളത്, അക്ബർ ആരുടെയൊക്കെ കൂടെ കൂടിയിട്ടുണ്ടോ അത് ഉറപ്പാണ്, അച്ചിട്ടാണ്. അപ്പൊ നെവിൻ ഈ ഒരാഴ്ച കടക്കൂ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ് കേട്ടോ. മാത്രമല്ല നെവിനാണെങ്കിൽ മൊത്തത്തിൽ എടുപ്പായിരുന്നു. ഇവിടെ വന്ന് കട്ടിലെ വന്ന് കിടക്കുന്നു. അന്നേരം സാബു വന്ന് ചോദിക്കുന്നു എന്ത് പറ്റും, നീ ഭയങ്കര ഡൗൺ ആണല്ലോ. സാബു ഇത് ഞാൻ ഗെയിം ചെയ്ത് പുറത്ത് നിന്നിട്ട് പറയണം, എന്തിലുണ്ട് പറയണ പോലെ. എടാ സാബു നീ എപ്പോഴാണ് ഗെയിമിന്റെ അകത്തോട്ട് കയറിയത്? നീ ഗെയിമിന്റെ അകത്തോട്ട് കയറിയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. വന്നപ്പോഴും ഇതാണ്, ഇപ്പോഴും ഇത് തന്നെയാണ് സാബു. ഇപ്പൊ നെവിൻ ഇങ്ങനെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്നതിന്റെ പേര് സാബു പോയി സംസാരിക്കുന്നതാണ്. അന്നേരം നെവിൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഞാൻ സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എനിക്ക് ടെൻഷൻ ഇതാണ്, മണി ബുക്ക് കിട്ടുന്നില്ല, അത് മണി ബുക്ക് കിട്ടാതെ ഞാൻ പുറത്താക്കി വന്ന ആ ഒരു പേടിയാണ് നെവിൻ ഉള്ളിൽ കിടക്കുന്നത്. ഇത് കഴിഞ്ഞ് കിച്ചണിലെ കുറച്ച് അനുമോൾ അനീഷ് തമാശകൾ. ഇവരെല്ലാവരും കൂടി ഇപ്പോൾ അനീഷിനെ അനുമോളെയും കൂടെ ഒന്നിപ്പിക്കാൻ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു കോംബോ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അഘോരാത്രം പണിയെടുക്കുന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് ഷാനവാസൊക്കെ നല്ല രീതിയിൽ അനീഷിനെ കളിയാക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പാണ്ടാക്കൽസ് 3 പേര് സാരി കുത്താണ് വന്നത്. നോക്കണമെന്ന് കൺഫ്യൂഷനാണല്ലോ. അനീഷിന്റെ ഉള്ളിലുള്ള കോട്ടരങ്ങളൊക്കെ ചാടി പുറത്തോട്ട് വരുന്നത് ഒരുപാട് മാറിപ്പോയിരിക്കുന്നത്. ലാലേട്ടൻ അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തൊട്ടുകൊണ്ടത് സ്ത്രീ വിരുദ്ധൻ എന്നാണ്. ഇപ്പൊ അവിടുത്തെ സ്ത്രീകളുടെ കണ്ണിലെ ഉണ്ണിയാണ് അനീഷ്. ഈ തങ്കപ്പെട്ട അനീഷിനെയാണോ നിങ്ങൾ സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കേട്ടിയത്? ഇന്നേ വരെ ഈ മനുഷ്യൻ അതിന്റെ അകത്ത് പോയിട്ട് ഒരു സ്ത്രീ വിരുദ്ധനെ കണ്ട് ഞാൻ സ്ത്രീകളുടെ അടുത്ത് വളരെ മാന്യമായിട്ട് ഇടപഴകുന്ന അനീഷിനെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇവനെങ്ങനെ സ്ത്രീ വിരുദ്ധൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് അതിന്റെ എക്സ്പ്ലനേഷൻ തരണം കേട്ടോ. എന്തുകൊണ്ട് അനീഷിനെ സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞത് ചുമ്മാ അങ്ങ് തള്ളിവിട്ടേക്കാണെന്നേ. ശരിയാ, എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ വലിയൊരു മാറ്റം, ഒരു കളിയും ചിരിയും ഭയങ്കര ഒരു സമാധാന പ്രിയനേക പോലുള്ള ഒരു സ്വഭാവം വന്നിട്ടുണ്ട് അനീഷിന്. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കണം. ചിരി കണ്ട അനീഷിന്റെ മനസ്സിൽ പ്രണയമൊക്കെ പറയുമ്പോഴത്തേക്കും തുലയുന്നു. അങ്ങനെ ആ കരിങ്കൽ മനസ്സിൽ കുളിർമഴയായി പെയ്തിറങ്ങുമോ? ഷാനവാസൊക്കെ നല്ല രീതിയിൽ ഈ അനീഷിനെ അനുമോളുടെ പേര് കൊണ്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. പ്രണയമൊക്കെയാണ് പറയുന്നത്. നടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബർ വന്നിട്ട് നെവിനെ ഉപദേശിക്കുന്നുണ്ട്. നീ ഇത്രയും വീക്ക് നല്ല രീതിയിൽ കളിച്ചിട്ട് ഈ ലാസ്റ്റ് 2 വീക്കിൽ കൊണ്ട് കാലുവിട്ട് ഉടക്കരുത്. അതേനെ ലാലേട്ടൻ വന്നിട്ട് ഓരോ ആഴ്ചയിൽ വലിച്ചു കയറി. അതുപോലെ ഇവനെ ചെയ്തിട്ട് പോലും ഇല്ല. ഇവൻ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? അനുമോളെ ഷാനവാസിനെ വലിച്ചു കയറിയതിന്റെ മുമ്പിലൊരു അംശം പോലും ഇവനെ പറഞ്ഞു. അതൊരു ആ ഒരു ലെവലിൽ പറഞ്ഞാൽ നീ എന്നിട്ട് എന്തോ ചെയ്തേനെ. ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് ഇവരെ വേറോടെ വിളിച്ച് ലിവിംഗ് ഏരിയയിൽ കേട്ട് പറയാണ് കൂടുതൽ തവണ നോമിനേഷനിൽ വന്നിരിക്കുന്ന 2 വ്യക്തികൾ അനുമോൾ ആൻഡ് നെവിനാണ്. രണ്ടുപേരും 12 ആഴ്ചകളിൽ 8 തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട്.
ഏറ്റവും കുറവ് വന്നിരിക്കുന്ന വ്യക്തി അനീഷാണ്. അതുകൊണ്ട് അനുമോൾക്കും നെവിനും പ്രേക്ഷകരെടുത്ത് നന്ദി പറയാൻ ഒരു അവസരം ബിഗ് ബോസ് കൊടുക്കുകയാണ് ഗൈസ്. അനുമോളുടെ നന്ദി ഗൈസ്. ഈ 11-12 കൊല്ലത്തിന്റെ കണക്ക് കേട്ട് കേട്ട് മനുഷ്യ മടുത്ത് എന്തോ പറയാൻ പറഞ്ഞു. 11 കൊല്ലമായിട്ട് പ്രേക്ഷകരെ കണ്ടോണ്ടിരിക്കും. കുടുംബോളെ കൊണ്ടാക്കി രണ്ടാഴ്ചകളോട് ഇനിയെങ്കിലും മാറ്റിപ്പിടിക്കും. അയ്യോ കണ്ടു പോകും. കൂടുതൽ താങ്ങാനുള്ള ശേഷി പ്രേക്ഷകർക്കില്ല. മതി, അതുകൊണ്ട് നിർത്തിക്കും. മിണ്ടാതിരിക്കുന്നതാ നല്ലത്. പിആറിന്റെ അടുത്ത് നന്ദി പറയുന്നില്ല അനുമോൾ. നിങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് മാത്രമേ പറയുന്നുള്ളൂ. പിആറിന്റെ അടുത്താണ് നന്ദി ആദ്യം പറയേണ്ടത്. ഓക്കെ, സോറി. അത് കഴിഞ്ഞിട്ട് നെവിൻ നന്ദി പറയാൻ വേണ്ടി വരികയാണ്. നെവിൻ വന്നൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ട് രണ്ട് കുട്ടികൾ അനുമോട് കൊടുക്കുന്നുണ്ട്. എന്റെ ഇൻഡസ്ട്രിയിൽ അറിയത്തില്ല. അനുമോട് വന്നിട്ട് എന്നെ 11 കൊല്ലം നിങ്ങൾക്ക് അറിയാം. അവിടെ ഡിഫറൻസ് അവനവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് PR കൊടുക്കാനുള്ള ഭാഗമൊന്നും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കാണുന്നത്. വളരെ ഇമോഷണൽ ആയിട്ട് നെവിൻ അവിടെ സംസാരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് നെഗറ്റീവ്സ് ഇറങ്ങാൻ നേരിട്ട് നെഗറ്റീവ്സ് കുറവാണ്. എത്ര നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഔട്ടായി പോകുന്നത്. ഇതിനുള്ള എല്ലാവർക്കും നെഗറ്റീവ് ആണ്. എനിക്കൊന്നും സാധാരണ മാത്രം നെഗറ്റിവിറ്റി അത്രയും വരാഞ്ഞത് ഒന്നും മിണ്ടുന്നില്ല. ബാക്കി എല്ലാവർക്കും നെഗറ്റീവ്. അതുപോലെ തന്നെ എല്ലാവർക്കും ആ നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ സീസണിന്റെ ഒരു പ്രത്യേകതയാണ്. അത് പറ്റാതെ പോയത് മസ്താനിക്ക് മാത്രമാണ്. മസ്താനി ഒന്ന് വെളുപ്പിച്ചൊന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ മസ്താനിയെ പ്രേക്ഷകർ ചവിട്ടി പുറത്താക്കി. മസ്താനിക്ക് ഒരു അവസരം കിട്ടിയില്ല. ഇപ്പൊ നെവിൻ ഇപ്പം ഭയങ്കര നെഗറ്റീവിന്റെ കൊടുമുടി നിൽക്കുകയാണ്. ഈ വരുന്ന ആഴ്ചകളിൽ ഒന്ന് പോസിറ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഒരുപാട് സ്ക്രീൻ സ്പേസ് നെവിൻ കിട്ടിയിട്ടുണ്ട്. നെവിൻ ഈ ഒരു മണി ടാസ്കിനകത്ത് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും സ്ക്രീൻ സ്പേസ് നേടിയതും നെവിനാണ്. ഇത് കഴിഞ്ഞ് അനീഷിനെ നന്ദി പറയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അനീഷ് നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടല്ല, കുടുംബക്കാരോടാണ്. കണ്ടസ്റ്റൻസിന്റെ അടുത്താണ്. കാര്യം 5 തവണ മാത്രമേ അനീഷ് നോമിനേഷനിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ നന്ദി പറയാനാണ് പറയുന്നത്. അനീഷ് അഭിനയിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ഒന്നാന്തരമായിട്ട് അനീഷ് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് മറ്റേ ജയിലിന് അനീഷിനെ വേറിട്ട സമയത്ത് ആ ജയിലിന്റെ മുന്നിലൊക്കെ പോയിട്ടുള്ള അഭിനയം A ക്ലാസ് അഭിനയിക്കണം. അടുപ്പിക്കില്ല. മൊത്തത്തിൽ മാറി. അനീഷ് മറ്റു സമയത്ത് ഒരെണ്ണത്തിനെ അടുപ്പിക്കുന്നില്ല. ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴിയൊക്കെ വന്ന് പറഞ്ഞ അനീഷ് ഇന്ന് വന്ന് പറയാണ്. ഞാൻ അന്ന് പറഞ്ഞതെല്ലാം ഞാൻ ഇവിടെ മാറ്റി പറയാണ്. ഞാൻ നിങ്ങളെ എല്ലാവരും എന്റെ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ്. എന്റെ വീടിന്റെ വാതിൽ നിങ്ങൾക്കായി എപ്പോഴും തുറന്നു കിടക്കും. എല്ലാവരും നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഭയങ്കര ഡയലോഗ്. ഷാനവാസ് ആ സമയത്ത് ജയിച്ചിട്ട് നമ്മൾ ജയിച്ചിട്ട് ഷാനവാസ് സന്തോഷമായി പറഞ്ഞു. അയ്യോ, ഇത് നമ്മുടെ ഇക്കാടെ വിജയമാണ്. ഷാനവാസ് ഇക്കാടെ വിജയമാണ്. അനീഷ് ഇങ്ങനെ മാറിയിരിക്കുകയാണ് ഗൈസ്. അനീഷ് പറയുമ്പോൾ എല്ലാവരും ഇവിടെ ചിരിച്ച് അണ്ടം കൈയൊക്കെ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാമാര് മാത്രം തട്ടിപ്പോയി എണ്ണനെ പോലെ ഇത്രയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അക്ബറിന്റെ ഇവരെല്ലാം കന്നാസും കടലാസും പോലെ എനിക്ക് നീ നിനക്ക് ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള ഒരു വകുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഒരു ടീം, ഇവർ രണ്ടുപേരും വേറൊരു ടീം. ആ ഒരു ടീമാണ്. ഇത് കഴിഞ്ഞ് ഇവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. 25 മുട്ട അനുമോൾക്കും നെവിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ലിറ്റർ പാല് അനീഷിനും കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നോമിനേഷനെ പറ്റി പറയുന്നത്. ഈ തവണ നോമിനേഷൻ ഉണ്ടാവത്തില്ല, എല്ലാവരും നോമിനേഷനിൽ ഉണ്ടാവും, 100 ഒഴികെ. ഇതങ്ങോട്ട് കേൾക്കുമ്പോഴാണ് അക്ബറിന്റെ നെവിനും ഒന്ന് സമാധാനവും സന്തോഷമായിട്ട് ഇത്രയായിട്ട് അണ്ടിപോയ അണ്ണനെ പോലെ ഇരുന്ന രണ്ടവർക്ക് ഇപ്പോഴാവും സമാധാനമായത്. കാര്യം പറഞ്ഞാൽ പേടിച്ചിരുന്നത്. ബാക്കി എല്ലാവരും കൂടെ അക്ബറിന്റെ നെവിൻ പേര് പറഞ്ഞ് നോമിനേഷനിൽ ഇടൂ എന്ന് 100% ഉറപ്പാണ്. ഇവർക്ക് ബിഗ് ബോസിനെ പറ്റി വലിയ ധാരണയിൽ തോന്നുന്നു, കണ്ടൊന്നും തോന്നുന്നു. സാധാരണ എല്ലാ തവണ ഇങ്ങനെ തന്നെയാണ്. സെക്കൻഡ് ലാസ്റ്റ് വീക്കിലും ഒക്കെ നോമിനേഷനിൽ എല്ലാവരും വരാറുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേ മണി ടാസ്ക് കൊടുക്കുന്നത്. അതിൽ പിന്മഴിയോ മണിമഴിയോ മണമഴി അങ്ങനെന്ന് പറഞ്ഞിട്ട് ടാസ്ക് കൊടുക്കുന്നു. മറ്റേ സാധനം വെച്ചിട്ട് ആരെങ്കിലും പോയി പിറക്കിയെടുക്കണം. പിറക്കിയെടുക്കുന്നവര്
വിജയിക്കും. ഇതിനകത്ത് കൊടുക്കുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 10,000 രൂപയാണ് പറത്തിവിടാൻ പോകുന്നത്. ഈ 10,000 രൂപ ഫൈനൽ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് കുറയും. ഈ മണി വീക്കിൽ എത്ര പൈസ സ്പെൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷമുള്ള പൈസ മാത്രമേ ഫസ്റ്റ് പ്രൈസ് വിന്നറിന് കിട്ടത്തുള്ളൂ. ഇന്ന് തന്നെ ഏതാണ്ട് 50,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ 50,000 രൂപ കുറയും. ഇപ്പം പറത്തിവിടാൻ പോകുന്നത് 10,000 രൂപയാണ്. നെവിന് പങ്കെടുക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നെവിന് ഒരു മുട്ട കഴിക്കണം. അതിന് കിട്ടിയെന്നല്ല, 25 മുട്ട കിട്ടിയല്ലോ. ഇത് തിന്നെടുക്കാൻ നെവിന് ഒരു സമാധാനം പറ്റില്ല. അപ്പൊ അനുമോളുടെ അടുത്തൊക്കെ വന്ന് ചോദിക്കുന്നു ഒരു മുട്ട എടുത്തോട്ടെ എന്ന്. നന്നായെന്ന് തോന്നുന്നു കേട്ടോ. ഈ മണി ടാസ്കിന് അതിന് പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. അതിന്റെ രോക്ഷമാണ്. നീ നോക്കിയിരിക്കൊന്നും വേണ്ട. മുട്ടയൊക്കെ 25 ഇല്ലയോ കൊണ്ട് പൊട്ടിച്ച് തിന്നെ കൊണ്ട് 5 പാല് തിന്നിട്ടുണ്ടല്ലോ. തിന്നോണ്ടിരിക്കും. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ മറ്റേ സാധനം വരികയാണ്, ടാസ്ക് വരികയാണ്. സാധനം അടിച്ച് പറപ്പിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരും പോയിട്ട് പിറക്കി എടുക്കുക. തിന്നതിന്റെ ഇടയിൽ അവനും വന്ന് വേണ്ട അല്ല കയ്യില് പ്ലേറ്റും വെച്ചിട്ട് വന്ന് 2 ദിവസം അതിനോട്ട് എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടോ അതിലെടുത്തുള്ള ഒരു കോൺവെർസേഷൻ കേട്ടോ. വെട്ടിരിക്കുന്നത് ഓണാക്കി കൊടുത്ത പോലായി പോയി. മണി ബോക്സ് ഇല്ല, ബിഗ് ബാഗ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആദിലെ നെവിൻ ഇത് എടുത്തോണ്ട് പോകില്ല. ആദിലൊക്കെ ഈ പൈസ വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നതിനാണ് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രെഡിക്റ്റബിൾ ആയിട്ട് വരികയാണ്. ഇനി 1 ലക്ഷോ 2 ലക്ഷോ 3 ലക്ഷം എത്ര വെച്ചാലും ആദ്യം എടുത്തോണ്ട് പോകും. കഴിഞ്ഞ സീസണിലൊക്കെ ഇത് ആരെടുക്കും എന്നൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ട്. ഈ സീസണിൽ അങ്ങനത്തെ സാധനമില്ല. അപ്പൊ പിന്നെ ഓൾറെഡി ഇവര് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പൈസ വെച്ച് കഴിഞ്ഞാൽ ആദ്യം എടുത്തോണ്ട് പോകും. അപ്പൊ പിന്നെ അതിനെ ടാക്കിൾ ചെയ്യണം. അതൊരു മാർഗമുള്ളൂ. അതുകൊണ്ട് ഈ ബോക്സ് പരിപാടി മാറ്റി അതിനൊരു വീക്കായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം ബോക്സ് വെച്ചു, ആ ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് എടുത്തോണ്ട് പോകും. ഒരു ദിവസം കൊണ്ട് ടാസ്ക് തീർന്നു. അത്രയും പൈസ ആ ഒരു ഒറ്റ എപ്പിസോഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കളയേണ്ടി വരും. ഇവരിപ്പോ കളിക്കുന്ന കളി എന്താണ്? 5 ലക്ഷം രൂപയാണ് ഇവര് ഈ മണി ബോക്സ് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് വിചാരിക്കുക. ആദ്യം 10,000, പിന്നെ 15,000, അങ്ങനെ ഓരോ ദിവസവും 50,000, 1 ലക്ഷം അങ്ങനെ കൊടുക്കും. അങ്ങനെ ഈ ഒരു 5 ലക്ഷം വെച്ചിട്ട് ഒരാഴ്ച ഇവരെ കൊണ്ട് കഷ്ടപ്പെടുത്തി. അപ്പൊ അവർക്ക് ഒരു കോണ്ടന്റും ആവും. ഈ പൈസ കിട്ടുന്നതിന്റെ പേരിൽ ഇവര് ടാസ്ക് നല്ല രീതിയിൽ കളിക്കും. മനസ്സിലായോ? മറ്റേത് ബോക്സ് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. അവിടെ ഗെയിമില്ലേ. ഇവർക്ക് പിന്നെ എന്തോന്ന് പറഞ്ഞ് ഇനി ഗെയിം എല്ലാം കൊടുക്കും. ലാസ്റ്റ് വീക്ക് ഒക്കെ ആയില്ലേ? അത് മനസ്സിലായ? ഇത് കഴിഞ്ഞിട്ട് പൈസ എണ്ണുകയാണ്. അക്ബറിന് 1,500 രൂപയാണ് കിട്ടുന്നത്. സാബുവിന് 1,830, നൂറയ്ക്ക് 820 രൂപ, ആദിലയ്ക്ക് 1,390. ഈ ആദിലയ്ക്ക് ഒരു നോട്ട് കൈ കിട്ടി എണ്ണാൻ പോലും അറിയില്ല കേട്ടോ. എത്ര തവണ അവിടെ കിടന്ന് എഴുതുന്നറിയാമോ? അവിടെ വന്നിരുന്നിട്ട് എണ്ണുന്നു, എന്നിട്ട് പിന്നെയും പറയുന്നു. എണ്ണാൻ പോലുള്ള ഇതില്ല. പിന്നെ അനുമോൾക്ക് 1,330, ഷാനവാസിന് 1,280, അനീഷിന് 1,510, പിന്നെ നെവിന് 130 രൂപ. ഈ 130 രൂപ 100 രൂപ അനീഷിന് കൊടുക്കും. 30 രൂപ 10 രൂപ വെച്ചിട്ട് അക്ബറിന്റെ രൂപയ്ക്ക് അനുമോൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ വേറെ 2 ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു. മറ്റേ മൈക്കിന്റെ ആ ബോർഡിലാണ്. അത് പിന്നെ അവസാനം ബിഗ് ബോസ് പൊക്കും. അങ്ങനെ ടോട്ടലി 10,000 രൂപയാണ് ഇവർ പറത്തി വിടുന്നത്. 9,790 രൂപ ഇവർ പറക്കുന്നുണ്ട്. ബാക്കി 210 രൂപ ഇവിടെ പോലെ. ആ 210 രൂപയ്ക്ക് അത്ര 110 രൂപ കണ്ട് നെവിൻ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 നോട്ടാണ് ഒളിപ്പിച്ചത്. ഒരു നോട്ടോടെ കണ്ട് കാണാനുണ്ട്. അത് എവിടെയും പോയിട്ടുണ്ടാവും. ഇനി ഈ ഒരു പൈസ ഇവരുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. മറ്റേ എടുത്ത പരിപാടിയായിരിക്കും. എന്തൊക്കെ പ്രതീക്ഷയാണ്. ഈ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ വിജയാവാൻ പോകുന്ന വ്യക്തികളുടെ സമ്മാന തുകയിൽ നിന്ന് ഇവർക്ക് കിട്ടിയ പൈസ ഡിഡക്റ്റ് ആവുമെന്ന് പറയുന്ന സമയത്ത് നൂറ, ആദില, സാബു, അക്ബർ ഇവരൊക്കെ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ആ സന്തോഷം നമ്മുടെ അനുമോളുടെ മുഖത്തോ ഷാനവാസിന്റെ അനീഷിന്റെ മുഖത്തൊന്നും അധികം ഒന്നും കാണുന്നില്ല. കാര്യം ഇവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഫസ്റ്റ് പ്രൈസ് ചിലപ്പോൾ എനിക്ക് കിട്ടുമെന്ന്. അന്നേരം ആ ഒരു പ്രൈസിൽ നിന്നാണ് ഈ ഒരു പൈസ ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുമോൾക്കൊന്നും തീരെ അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇതിനുശേഷം ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ കുറച്ച് ഫ്രൂട്ട്സും ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് മണി അടിക്കും. ഈ മണി അടിക്കുന്ന സമയത്ത് ഈ നെവിൻ ആ മണി അടിക്കുന്ന മൊമെന്റിൽ തന്നെ അവൻ ഓടി സ്റ്റോർ റൂമിൽ. ഇവനെന്ത് എന്തെങ്കിലും സെൻസ് ഉണ്ടെന്നുണ്ട്. പട്ടികൾക്കൊക്കെ ഉള്ള ഒരു സെൻസ് പോലെ കള്ളന്മാർക്ക് ഇതിനെ സെൻസ് ചെയ്യാൻ പറ്റും. ഇവൻ കൃത്യമായിട്ട് അവിടെ ആദ്യം വരുന്നത് കൃത്യമായിട്ട് ഇവൻ ഇങ്ങനെ നോക്കി ചെന്നപ്പോഴത്തേക്ക് അവിടെ ആ ബോക്സ് എടുക്കും. ആ ബോക്സിനകത്ത് ഒരു സാധനം കിട്ടി. ഇവൻ ഇപ്പൊ തന്നെ അതൊക്കെ നോക്കിയിരിക്കും നൈസായിട്ട് പോകും. എന്നിട്ട് ഈ സാധനം കൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇവളുമാർ പുറകെ വന്ന് ചോദിക്കും എന്തുവാ സംഭവം ചോദിക്കുമ്പോഴാണ് കാണിക്കുന്നത്. അത് 15,000 രൂപയുടെ ഒരു ചെക്കാണ്. 15,000 രൂപയുടെ ചെക്കാണ്. ഇത് എന്തിനുള്ളതാണ്, ഇത് എങ്ങനെയാണെന്നൊന്നും ബിഗ് ബോസ് പറയത്തില്ല. നൂറ ഇവന്റെ നെവിന്റെ പുറകെ നടന്ന് ഈ ചെക്ക്
ചെയ്യത്തില്ല, വാക്ക് പറഞ്ഞ വാക്കാണ്. നൂറ ഈ വാക്കാന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ടാണ് ഇവന്റെ ഈ സാധനം മേടിക്കുന്നത്. അവനത് അക്ബറിനോട് പറയടാ കൊടുക്കടാ. അത് കഴിഞ്ഞിട്ടാണ് അവൻ കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞിട്ട് നൂറ ഈ ചെക്കും കൊണ്ട് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്, ബിക്കോസ് ഈ ഒരു ചെക്ക് കിട്ടിയിട്ടുണ്ട്, എന്തിനുള്ളതാണെന്ന് മനസ്സിലായിട്ടില്ല. അന്നേരമാണ് ബിക്കോസ് അനൗൺസ് ചെയ്യുന്നത് ആർക്കാണോ ആ ഒരു ചെക്ക് കിട്ടിയത് അവർക്ക് ആ ഒരു സമ്മാന തുക എടുക്കാവുന്നതാണ്. അന്നേരമാണ് കിളി പറയുന്നത്. അപ്പോഴത്തേക്കും നൂറ കാല് പറഞ്ഞു. നൂറ ഈ സാധനം കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. നെവിന് തിരിച്ചു കൊടുക്കാന്നാണ് നേരത്തെ പറഞ്ഞത്, പക്ഷെ നെവിന് കൊടുക്കില്ല. അപ്പോഴത്തേക്ക് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കും, ഇത് എനിക്കാണ് കിട്ടിയത്, എനിക്ക് തീരുമാനിച്ചൂടെ ആർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിനു മുമ്പ് ഈ ചെക്ക് ഇവരെ കാണിക സമയത്ത് അതിൽ പറയുന്നുണ്ട്, നിനക്ക് ചെക്ക് കിട്ടി കഴിഞ്ഞാൽ നീ അക്ബറിനല്ലേ കൊടുക്കത്തുള്ളൂ. അന്നേരം ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട്, ഞാൻ അക്ബറിനൊന്നും ഒരിക്കലും എന്തായാലും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ നൂറയുടെ കയ്യിൽ ഈ ചെക്ക് കൊടുക്കുകയും നൂറ ചതിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ബിഗ് ബോസ് എടുത്ത് ചോദിക്കുകയാണ്, ബിഗ് ബോസ് ഇത് എങ്ങനെയാണ്, ഇപ്പൊ ആരുടെ കയ്യിലാണോ ചെക്ക് ഇരിക്കുന്നത് അവർക്കാണോ ആ ചെക്ക്, അതോ ആ ചെക്ക് കിട്ടിയവർക്കാണോ ആ ഒരു ചെക്ക് എന്ന് ചോദിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് നെവിന് ഇഷ്ടമുള്ളവർക്ക് ആ ചെക്ക് കൊടുക്കാം അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ നൂറ നൈസായിട്ട് വേണ്ടേ ഉടുപ്പില്ല നൂറ നെവിന്റെ കൈ കൊടുക്കും. അതായത് നെവിൻ എന്നാ അക്ബർ എന്ന് പറഞ്ഞിട്ട് അക്ബറിന് ഈ സാധനം കൊടുക്കുകയാണ്. ആ ഒരു ദേഷ്യത്തോടെ കൊടുക്കില്ല. കാര്യം ഇവള് ചതിച്ച് ഇത് കഴിഞ്ഞ് പാട്ട് പാടുന്നുണ്ടേ. രാമനാഥന് പാട്ട് ഭാഷ ഉണ്ടോ? അക്ബർ ഓൾറെഡി പാട്ടുകാരനാണ്. അക്ബർ ഈ സാധനമൊക്കെ പാടും നമുക്കറിയാം. പക്ഷെ നെവിൻ ഈ സാധനം അറിയാൻ നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഞെട്ടിച്ച് ആ ഒരു കാര്യത്തിൽ നെവിൻ ഞെട്ടിച്ചു. അതിൽ ഈ ഒരു ടാസ്ക് കൊടുത്തോണ്ട് ബിഗ് ബോസ് പെട്ടിയൊക്കെ എടുത്ത് എന്നൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷെ എനിക്കത് ഏറ്റവും അവസാനത്തെ ഡേ ചിലപ്പോൾ പെട്ടി വെക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അവസാനത്തെ ഡേ പെട്ടി വെക്കുമായിരിക്കും. കാര്യം ഒരാളെ പുറത്ത് വിടണമല്ലോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് കൊടുക്കുകയാണ് രാത്രിയിൽ. അത് ഇതിന് സമ്മാനിക്കുക 25,000 രൂപയാണ്. മറ്റേ മുമ്പ് കണ്ടറുള്ള ടാസ്ക്കാണ്. തലയൊരു സാധനം ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് മണി തൂക്കിയിട്ടേക്കും. ബസറടിക്കുന്ന സമയത്ത് അനങ്ങാതെ നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. സാരി മടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസറടിക്കുന്നത്. ഇവിടെ കൗണ്ടർ ഒരു രക്ഷയില്ലട്ടാ. അതിലൂടെ ചില സമയത്ത് ഡയലോഗ് ഭയങ്കര രസമാണ്. പടച്ചറപ്പേ മൂർഖനെയാണല്ലോ ചവിട്ടി. ഈ ഒരു റൗണ്ട് ഇവര് അനങ്ങുന്നില്ല. നെവിനാണ് ഈ ഒരു റൗണ്ടിനകത്ത് വിധികർത്താവായിട്ട് നിൽക്കുന്നത്. അങ്ങനെ പല 1-2 റൗണ്ട് കഴിഞ്ഞിട്ട് ഇവര് അനങ്ങുന്നില്ല. മണി അനക്കാതെ തന്നെ അവിടെ നിൽക്കുകയാണ്. ബിഗ് ബോസിന് മനസ്സിലായി ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ബിഗ് ബോസ് പറയും ബസ് അടിക്കുന്ന സമയത്ത് ഒറ്റക്കാലം നിൽക്കുന്ന കഴിയുമ്പോഴാണ് ഓരോരുത്തരും ഇളകി തുടങ്ങുന്നത്. സാബു ഇളകും, ഷാനവാസിന്റെ കയ്യിൽ പോകും, അനീഷിന്റെ കയ്യിൽ പോകും, അക്ബറിന്റെ കയ്യിൽ പോകും. അനുമോളൊക്കെ ഭയങ്കര ബാലൻസ് ചെയ്ത് നിൽക്കുന്ന. ഈ അനുമോളെ കണ്ടിട്ട് പണ്ടത്തെ നമ്മുടെ ബാലരമേലെ കയ്യിലൊരു മണിയും കൂടെ കൊടുത്താൽ മുകളിലുള്ള മണിയും കൂടെ മണി കഴിച്ച് മുരുകൻ കിട്ടാത്തയുടെയും കേട്ടോ. നെവിൻ വന്നിട്ട് അനുമോളെ നല്ല രീതിയിൽ അർപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അനുമോളെ കണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും അനുമോളായിട്ട് നടക്കുന്നില്ല. ഏറ്റവും അവസാനം നമ്മുടെ 3 ഗേൾസ് മാത്രമായിട്ട് വരികയാണ്. നൂറ, അനുമോൾ ആൻഡ് ആദില. നൂറ ഔട്ടാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനുമോളും ഔട്ടാവും. അങ്ങനെ ആദില ആ ഒരു കളി ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ആദിലയ്ക്ക് 25,000 രൂപയുടെ ചെക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ നിലവിലുള്ളത് 49,50,210 രൂപയാണ് വിന്നറിന്റെ പ്രൈസ് മണി. 50,000 രൂപയോളം ഏതാണ്ട് ഇന്ന് തീർന്നിട്ടുണ്ട്. ആ 210 രൂപയുടെ കണക്ക് വന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ 10,000 രൂപ വെച്ചിട്ടാണല്ലോ മറ്റേ അതിനകത്ത് വെച്ച് അടിക്കുന്നത് പറഞ്ഞിടുന്നത്. അന്നേരം അവിടെ 210 രൂപ ഇവർ എടുക്കുന്നുണ്ടായിരുന്നില്ല. അത് എവിടെ പോയെന്ന് അറിയില്ല. ആ 210 രൂപയാണ് ഇവിടെ വന്നേക്കുന്നത്. ആ 10,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ഒരു 50,000 രൂപ എന്ന് വന്നേനെ. 49,50,000 എന്ന് വന്നേനെ. അപ്പോൾ ഇത്രയും ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഉള്ളത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അക്ബറിന്റെ ഷട്ടിയൊക്കെ ആരാണ്ട് മോഷണം പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്റെ അടുത്ത് 10-13 ഷട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ അടുത്ത് 6 എണ്ണേ ഉള്ളു. പിന്നെ അവിടെ ഷട്ടിയൊക്കെ പിറക്കി നോക്കുന്നുണ്ട്. ഇത് എന്റേതാണോ ആരടാ അവിടുത്തെ ഷട്ടിക്കുള്ളതിന് പാവപ്പെട്ട ഒരു ഷട്ടി വരെ അടിച്ചോണ്ട് പോകുന്നത്. സംശയിക്കണ്ട, അത് നെവിൻ തന്നെ ആയിരിക്കും. ഷട്ടി വരെ അടിച്ചോണ്ട് പോകുന്ന ഐറ്റംസ് ആണ് ഈ വർഷത്തെ ബിഗ് ബോസിൽ അകത്തുള്ളത്. പിന്നെ ഇന്ന് എപ്പിസോഡിനകത്ത് കാണിക്കാത്ത കുറെ ഐറ്റംസ് ഉണ്ട്. ഈ നെവിനും അക്ബറോട് മാറി ഇത് സംസാരിക്കുന്നുണ്ട്. അത് ഇവര് സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടീംസ് ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളതിനെ പറ്റിയാണ് അക്ബറും നെവിനും സംസാരിക്കുന്നത്. ഇന്ന് ഇവർ മറ്റുള്ള കാക്കാ പറ ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അനുമോളൊക്കെ വന്നിട്ട് അക്ബറിനെ വിളിക്കുന്ന സമയത്ത് അക്ബർ പോകുന്നില്ല, വയ്യ എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് പാട്ടായിട്ട് മാറി സംസാരിക്കുന്നുണ്ട്. അക്ബറൊക്കെ മനഃപൂർവ്വം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അവരും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ദുഷിക്കുകയാണ് അക്ബറിനെ നെവിനെ മാറി തിരിഞ്ഞൊന്ന് ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ
കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നെവിൻ ആ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് അതിനകത്ത് കയറി ഇടിച്ചു കയറി പങ്കെടുക്കുന്നത്. ബിഗ് ബോസ് നോക്കുമ്പോൾ എന്താ ബിഗ് ബോസിന് അതും ഒരു കോണ്ടല്ലാണ്. പിന്നെ അവനെ വിലക്കണ്ട, അവന്റെ വഴിക്ക് നടന്നോട്ടെ എന്ന് വിചാരിച്ചതാണ്. നെവിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെക്ക് നൂറയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നെവിന്റെ കയ്യിൽ ഇരിക്കുന്നില്ല. എന്നിട്ട് സാധാരണഗതിയിലൊക്കെ ആണെങ്കിൽ അതിപ്പോ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്ക് ആ ഒരു ചെക്ക് സ്വന്തമാക്കാം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ബിഗ് ബോസ് പറയുന്നത് അവിടെ ആർക്കാണോ ഫസ്റ്റ് കിട്ടിയത് അത് നെവിനാണ് ഫസ്റ്റ് കിട്ടിയത്, നെവിന് തീരുമാനിക്കാം. നെവിന് അവിടെ കൊടുക്കുകയാണ്, ആർക്ക് കൊടുക്കണം എന്ന് നെവിന് തീരുമാനിക്കാം എന്ന് പറയാം. മനസ്സിലായ? നെവിന് അത് അക്ബറിന് കൊടുക്കുകയാണ്. അവർ പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ചെറു തരണേ എന്നൊക്കെ പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് നീക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ എന്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. അക്ബർ നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അക്ബറിന് ഒരു പിടിച്ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഇത് തന്നെ ആയിരിക്കും നാളെ ഉള്ളത്. നാളെ ടാസ്ക് കൊണ്ടുവരും. ഇപ്പൊ 25,000 മാക്സിമം കൊടുത്തേക്കാം. നാളെ ചിലപ്പോൾ 50,000 ടാസ്ക് വരും, 1 ലക്ഷം രൂപ ടാസ്ക് വരും. പൈസ അനുസരിച്ച് ടാസ്കിന്റെ കാർഡിങ് കൂടി വരും. അങ്ങനെ ചിലപ്പോൾ ഒരു 3-4 ലക്ഷം രൂപ ടാസ്ക് വെച്ചിട്ട് ഒരു കളയാൻ സാധ്യതയുണ്ട്.